هريرة رضي الله عنه أن رجلا قال للنبي صلى الله عليه وسلم أوصني قال لا تعظم فردد مرارا قال لا تعظم رواه البخاري. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഒരാൾ വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, ഔസിനി, നബിയെ എനിക്ക് നന്നാവണം, എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ ഈ ലോകവും രക്ഷപ്പെടണം, എൻ്റെ പാരത്രിക ലോകവും രക്ഷപ്പെടണം, എനിക്ക് റബ്ബിൻ്റെ തൃപ്തി കിട്ടണം, ആ തൃപ്തിയിലായി ജീവിച്ച് അവൻ്റെ തൃപ്തിയിലായി എനിക്ക് മരിക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു ഉപദേശം എനിക്ക് തന്നാലും നബിയെ. നല്ലൊരു ചോദ്യമാണ് നബിതങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് എൻ്റെ റബ്ബിൻ്റെ തൃപ്തി കിട്ടണം, ഈ ലോകവും വിജയിക്കണം, പാരത്രിക ലോകവും വിജയിക്കണം, എൻ്റെ റബ്ബിൻ്റെ തൃപ്തി കിട്ടണം, അവൻ്റെ തൃപ്തിയിലായി ജീവിച്ച് അവൻ്റെ തൃപ്തിയിലായി എനിക്ക് ഈ ലോകത്ത് വിട പറയണം. അതിന് പര്യാപ്തമായ ഉദാത്തമായ ഒരു ഉപദേശം എനിക്ക് തരണേ നബിയെ. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ തിരുദൂതർ കൊടുക്കുന്ന മറുപടി കേട്ടോളാം. റസൂലുള്ളാഹിക്ക് വേണമെങ്കിൽ നീ നിസ്കാരം കറക്റ്റാക്ക് പറയാമായിരുന്നു, അതേ നിസ്കരിക്കുന്ന ആളാണ്. വേണമെങ്കിൽ നീ നോമ്പ് യഥാർത്ഥത്തിൽ അതിൻ്റെ കറക്റ്റായിട്ട് നിർവഹിക്കും, ഇങ്ങനെ വേണമെങ്കിലും പറയാമായിരുന്നു. നീ ദാനധർമ്മം ചെയ്യും. അങ്ങനൊന്നുമല്ല റസൂലുള്ളാഹിയുടെ ഉപദേശം. അള്ളാഹുവിൻ്റെ തിരുദൂതർ ആ വന്ന വ്യക്തിയോട് പറയുകയാണ്, ലാ തഅ്ലബ്, നീ കോപിക്കരുത്, ഓനെ നീ കോപിക്കരുത്. ഫറദ്ദദഹു മിറാറ, ആവർത്തിച്ച് വീണ്ടും ഈ വന്ന ആള് ചോദിച്ചു, നബിയെ മറ്റെന്തെങ്കിലും, നബിയെ മറ്റെന്തെങ്കിലും ഒരു ഉപദേശം, നബിയെ വേറെന്തെങ്കിലും. അപ്പോഴെല്ലാം റസൂലുള്ള തിരിച്ചു പറഞ്ഞത്, ലാ തഅ്ലബ്, നീ കോപിക്കരുത്, നീ കോപിക്കരുത്, കോപം പാടില്ല. അപ്പൊ സ്വർഗം പ്രാപിക്കണമെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോപം നല്ലതല്ല. ചിലരൊക്കെ വിടുവായിട്ട് പറയാറുണ്ട്, എനിക്ക് ദേഷ്യം വന്നാ ഉണ്ടല്ലേ, എനിക്ക് പിന്നെ എന്നെ തന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, പറഞ്ഞേക്കാം, വീമ്പളക്കുക, എന്ത് പറച്ചില്ല, എന്നെ എനിക്ക് ദേഷ്യം വന്ന എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, കൈ കിട്ടുന്ന വെച്ചാൽ ഞാൻ. ഇവനാണ് ഏറ്റവും പരാജയപ്പെട്ടവൻ. കാക്കചാർക്ക ഇഷ്ടം പോലെ നിസ്കരിക്കുന്ന ആളായിരിക്കും, പള്ളിയിലൊന്ന് ഭയങ്കര ചൂടും എത്തിക്കാത്തൊക്കെയുള്ള ആളായിരിക്കും. പക്ഷെ ഇത്യാദി സ്വഭാവം കയ്യിലിരിക്കുകയാണെങ്കിൽ അയാൾ സ്വർഗം പ്രാപിക്കില്ല. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അള്ളാഹുവിന്റെ തൃപ്തി അയാൾക്ക് കിട്ടില്ല, ആ തൃപ്തിയിലായി ജീവിക്കാൻ പറ്റില്ല, പടച്ചവന്റെ തൃപ്തിയിലായി ലോകത്ത് നിന്ന് വിട പറയാൻ പറ്റില്ല. കാരണം എന്തേ? മുത്തിനബി പറയുന്ന ഉപദേശം, അൽ ഗളബു തുഫ്സിദുൽ ഈമാൻ, ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വൃത്തികെട്ട സാധനമാണ് ദേഷ്യമെന്ന് പറയുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. ഇന്ന് ഈ കലാപ കലുഷിതമായ ഈ അന്തരീക്ഷത്തിനൊക്കെ കാരണം ദേഷ്യമാണ്. കുടുംബ ബന്ധങ്ങൾ ബഹുഭൂരിപക്ഷവും തകർന്നു പോകാൻ കാരണം, ശിഥിലീകരിച്ചു പോകാൻ കാരണം ദേഷ്യമാണ്. ഒന്നെങ്കിൽ ഭർത്താവിന്റെ ദേഷ്യം, അല്ലെങ്കിൽ ഭാര്യയുടെ ദേഷ്യം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ദേഷ്യം. ഇതാണ് ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ബഹുഭൂരിപക്ഷവും ശിഥിലമാക്കി പോകാൻ കാരണം. ഭർത്താക്കന്മാര് ഭാര്യ വെട്ടിക്കൊല്ലുന്നതും ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നു. ഇതിന്റെ പിന്നിലെ ചാലക ശക്തി ദേഷ്യമാണ്. ഇന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘടനകൾ, നിരവധി ആളുകൾ, നിരപരാധികൾ, കുട്ടികൾ, സഹോദരിമാർ, അത് ഏതു മതത്തിൽപ്പെട്ടവരാകട്ടെ, അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. ഇതിന്റെ പിന്നിൽ ലോക നേതാക്കളുടെ ദേഷ്യമാണ് കാരണം. ദേഷ്യമാണ്. ഇപ്പൊ തന്നെ ട്രംപ് മച്ചപ്പി വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാ. ഞാൻ ഹമാസ് കാണത്തില്ല, മറ്റവർ കാണത്തില്ല, ഇയാളുടെ ദേഷ്യമാണ്. ഇതൊക്കെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കത്തേ ഉള്ളൂ.
അതുകൊണ്ട് ഏത് ഭരണാധികാരിക്കും ആത്യന്തികമായി കയ്യിൽ വേണ്ടത് ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവമാണ്. ദേഷ്യമുള്ള ഭരണാധികാരിയെ കൊണ്ട് രാജ്യം നന്നാവില്ല, രാജ്യം വിജയിക്കില്ല. ദേഷ്യമുള്ള കുടുംബനാഥനെ കൊണ്ട് കുടുംബജീവിതം ഭദ്രമാവത്തില്ല, എല്ലാം നശിച്ചു പോകും. അതുകൊണ്ടാണ് പ്രവാചകർ ഈ മനുഷ്യനോട് വന്ന് ചോദിച്ച മനുഷ്യനോട്, എനിക്ക് റബ്ബിന്റെ തൃപ്തി വേണം, ആ തൃപ്തിയിൽ ജീവിക്കണം, ആ തൃപ്തിയിലായി മരിക്കണം, എന്നെ ജനങ്ങളൊക്കെ ഇഷ്ടപ്പെടണം, ജനങ്ങൾക്കൊക്കെ എന്നോട് വലിയ സ്നേഹം വേണം, അങ്ങനെയുള്ള ഒരു ഉപദേശം എനിക്ക് തരുമോ നബിയെ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ കൊടുത്ത ഏറ്റവും വലിയ ഉപദേശം, കോപിക്കരുത്, കോപിക്കരുത്, കോപിക്കരുത്. ആവർത്തിച്ച് ചോദിച്ചപ്പോഴെല്ലാം അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. കോപം ഒരിക്കലും നമുക്ക് നല്ലതല്ല, സൽസ്വഭാവമാണ് മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടത്തുന്നത്. കോപം മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എന്റെ വിശ്വാസികൾ ഈ ഹദീസിൽ നിന്നും നല്ല നല്ല പാഠം ഉൾക്കൊള്ളാനുണ്ട്. നമുക്കൊക്കെ പെട്ടെന്ന് വരുന്ന സാധനമാണ് കോപം. അത് പിശാചിൽ നിന്നാണ്. പിശാചാണ് ഈ കോപം ഉണ്ടാക്കുന്നത്. ചോര തിളയ്ക്കുകയാണ്, പിശാച് ബ്ലഡിലൂടെ ഇങ്ങനെ ഓടുകയാണ്. അപ്പോഴത്തേക്ക് ചോര തിളയ്ക്കുന്നു. കയ്യിൽ കിട്ടുന്നത് കത്തിയാണെങ്കിൽ, കൊടുവാളാണെങ്കിൽ, വെട്ടുകത്തിയാണെങ്കിൽ അതുകൊണ്ട് തന്റെ പ്രതിരോധിയെ നേരിടുന്നു. ഇതിന് ദേഷ്യമാണ് കാരണം. ഇങ്ങനെയുള്ള ദേഷ്യമുള്ള ആൾ വിജയിക്കില്ല. അർഹമുർ റഹീമായ റബ്ബേ, അത്തരത്തിലുള്ള ദേഷ്യങ്ങളെ പോലെയുള്ള വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഹുസ്നുൽ ഖുൽഖാണ് ഏറ്റവും കൂടുതൽ സ്വർഗം കടത്തുന്നത്. ഹുസ്നുൽ, നല്ല സ്വഭാവം സ്വർഗം കടത്തുന്നത് പോലെ മറ്റൊരു അമല് സ്വർഗം കടത്തുന്നതായി എനിക്കറിയില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അല്ലാഹുവേ ആ ഹുസ്നുൽ ഖുൽഖിന്റെ ഉടമകളായി ഞങ്ങളെയൊക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം.